കൂട്ടുകാരെ, സെലം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഓണം എപ്പിസോഡാണ്. അപ്പോഴേ ഒരു ഇഞ്ചിപ്പുളി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കുറച്ച് വ്യത്യാസമായ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇതുപോലെ ഒരു വലിയൊരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തോടൊന്ന് കളഞ്ഞെടുക്കാൻ. ഇപ്പം ഞാൻ ഇതെല്ലാം പിച്ചാത്തി വെച്ചാണ് എടുക്കുന്നത്. പിന്നെ അല്ലാതെ എടുക്കാം, സ്പൂണ് വെച്ചൊക്കെ വലിച്ചെടുക്കാവുന്നതാണ്. അപ്പോഴിത് മൊത്തം ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോഴും ഞാൻ ഇഞ്ചി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗ്രേറ്ററെല്ലാം അങ്ങ് ചീത്തയായി പോയി കൂട്ടുകാരെ. അപ്പോൾ ഇനി പുതിയത് വാങ്ങിക്കണം. ഇപ്പോഴും നിങ്ങളെ ഒന്ന് കാണിക്കാൻ കരുതി. അപ്പോഴും ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്തെടുത്താലും മതിയാവും. അതാണ് കുറെ കൂടെ എളുപ്പം. ഇത് ഒരു ബാച്ചിലേഴ്സൊക്കെ ആകുമ്പോഴത്തേന് കൈയൊക്കെ നീറും. അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ പിച്ചാത്തി വെച്ച് കട്ട് ചെയ്ത് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വലുതായ കുറച്ച് സമയം എടുക്കും മൂത്ത് വരാൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ നാരൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരും കുറച്ച്. ഓക്കെ, ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു നുള്ള ഉലുവ ഇട്ട് കൊടുക്കുക, ഒരു 3-4 ഇനി ഒരു 2-3 അല്ലി വെളുത്തുള്ളി. അത് കഴിഞ്ഞ് 2 വറ്റൽമുളക്. അത് കഴിഞ്ഞ് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഒരു 10 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വട്ടത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഉണ്ടല്ലോ, ഒരു 10 ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ കൂട്ടുകാരെ, അരിഞ്ഞെടുത്തല്ല ഗ്രേറ്റ് ചെയ്തെടുത്തേ ഉണ്ടല്ലോ. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഇതുപോലെ ആയിരിക്കും. പക്ഷെ നമ്മുടെ കൈയൊക്കെ കാന്തും. പിന്നെ എനിക്ക് വലിയ പ്രശ്നമല്ല, പക്ഷെ ചിലവർക്കൊക്കെ കൈ കാന്തും. അതിൻ്റെ നീര് ഒരുപാട് നമ്മുടെ കയ്യിൽ പിറലും. അപ്പോൾ ചോപ്പ് ചെയ്ത് എടുക്കുന്നത് നന്നായിരിക്കും. ഇതിലേക്ക് കുറച്ച് ഉണ്ടമുളക് കൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉള്ളി കുറച്ച് പകുതി വേവായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഓയില് കുറവ് പോലെ തോന്നുന്നുണ്ട്, കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ ചെയ്യുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ വെളിച്ചെണ്ണ ഉള്ളൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഈ ഉള്ളിയും ഇഞ്ചി എല്ലാം ഒന്ന് ബ്രൗൺ കളറായി വരണം.
അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോഴും നമ്മുടെ ഇഞ്ചിയൊക്കെ ഇവിടെ നല്ലതുപോലെ ബ്രൗണായി വന്നിട്ടുണ്ട് കണ്ടല്ലേ. അപ്പോൾ നല്ലതുപോലെ ബ്രൗണായി വരണം. ഇതേപോലെ നല്ല ചുമന്ന് വരണം. അപ്പോൾ ഇച്ചിരി സമയം എടുത്ത് നിന്ന് വഴറ്റി എടുക്കുക, അല്ലെങ്കിൽ ഉണക്കി എടുക്കുക. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് മൂത്ത് കിട്ടും ഇഞ്ചി. ചോപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അരിഞ്ഞെടുത്തിട്ടോ വെയിലത്ത് വെച്ച് ഉണക്കാം. അപ്പോഴൊരു 2.25 ടേബിൾ സ്പൂൺ 2-2.5 ഇട്ട് കൊടുക്കുക. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്ത്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോഴേ അത് താല്പര്യമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി മല്ലിപ്പൊടി ഒക്കെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി, എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല മണം. ഇപ്പൊ ഇവിടെ നല്ല പോലെ പൊടി ഐറ്റങ്ങളൊക്കെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. പുളി വെള്ളമായിട്ട് എടുത്തിട്ടുണ്ട്. അത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ടാണ്. ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോഴേ പുളിവെള്ളം കുറച്ചുകൂടെ തോനെ എടുത്താൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. കാരണം അത് തിളച്ച് കുറുകി വരണമല്ലോ, എന്നാലല്ലേ ഇതൊക്കെ ഇനി വെന്ത് കിട്ടുമല്ലോ. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണാണ് 1.5. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെയും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല മണം പറഞ്ഞു കൂട്ടുകാരെ, അടിപൊളി. ഇനി നോക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. തീ കൂട്ടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കറി രമ്പ പ്രമാദമായിട്ടുണ്ട് കൂട്ടുകാരെ. തമിഴിലാണ് പറഞ്ഞത്. ഇതൊരു ഞാൻ ഇപ്പം ചെയ്തത് ഏകദേശം ഒരു തമിഴ് സ്റ്റൈലാണ്. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ, ചുമ്മാറേനല്ല തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഞ്ചിക്കറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ അത് ഇഞ്ചി മൂത്ത് വരെ ഇച്ചിരി സമയം എടുക്കുമല്ലോ. അപ്പോഴേ അതിന് ബുദ്ധിമുട്ടുള്ളവർ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താലും മതി. ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞ് റെഡിയാവും. പിന്നെ കുഞ്ഞുള്ളിയൊക്കെ മൂത്ത് വരണം. അപ്പോഴും ഒരു രക്ഷയില്ല കൂട്ടുകാരെ, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ്. ഇത് നിങ്ങൾ ആ പരുവം വിട്ടുപോകരുത്. ഇഞ്ചിയും കുഞ്ഞുള്ളിയും ഇതുപോലെ ബ്രൗൺ നിറമായി തന്നെ വരണം. എന്നല്ല സൂപ്പർ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം.
ഉണ്ടല്ലോ. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്.